തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ റിപ്പോർട്ടിലേക്കാണ് ഇനി ഇടതിന് തിരിച്ചടി. സംസ്ഥാനത്ത് വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ UDF-ന് നേട്ടം. സിറ്റിംഗ് സീറ്റുകളിൽ LDF-നെ പരാജയപ്പെടുത്തി 3 പഞ്ചായത്തുകളുടെ ഭരണം UDF പിടിച്ചു. 31 വാർഡുകളിൽ 16 UDF-ന്റെ ജയം. 17 വാർഡുകളിൽ LDF-ഉം 3 NDA-യും 1 സ്വതന്ത്രനും വിജയിച്ചു. പാലക്കാട് തച്ചമ്പാറ, ഇടുക്കി കരിമണ്ണൂർ, തൃശൂരിലെ നാട്ടിക പഞ്ചായത്തുകളിലാണ് LDF-ന് ഭരണം നഷ്ടമാവുക. CPI അംഗം രാജിവെച്ച് BJP-യിൽ ചേർന്ന സാഹചര്യത്തിലാണ് തച്ചമ്പാറയിലെ ഉപതെരഞ്ഞെടുപ്പ്. കരിമണ്ണൂർ പഞ്ചായത്തിലെ പന്നൂരിലും നാട്ടികയിലും LDF സിറ്റിംഗ് സീറ്റുകളിൽ UDF-ന് ജയം. ഇതോടെയാണ് LDF ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഭരണമാറ്റത്തിന് വഴിയൊരുങ്ങിയത്. 7 വാർഡുകളാണ് UDF പിടിച്ചെടുത്തത്. 6 വാർഡുകൾ നിലനിർത്തി. LDF പിടിച്ചെടുത്തത് 5 വാർഡുകൾ. 5 വാർഡുകൾ നിലനിർത്തി. വിഭാഗീയത രൂക്ഷമായ കായംകുളം പത്തിയൂരിൽ UDF അട്ടിമറി വിജയം നേടി. കോൺഗ്രസ് സ്ഥാനാർത്ഥി ദീപക് എരുവയാണ് ജയിച്ചത്. CPI വിട്ട് BJP-യിൽ പോയ വിപിൻ സി ബാബുവിന്റെ വീടുൾപ്പെടുന്ന വാർഡാണ് പത്തിയൂർ. കോട്ടയം അതിരമ്പുഴയിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് കേരള കോൺഗ്രസ് M പിടിച്ചെടുത്തു. മലപ്പുറം തൃക്കലങ്ങോട് മരത്താണി വാർഡ്, ചടയമംഗലം 5-ാം വാർഡ് എന്നിവ UDF പിടിച്ചെടുത്തു. മലപ്പുറം ആലങ്കോട് പെരുമുക്ക് വാർഡ് UDF-ൽ നിന്ന് LDF പിടിച്ചെടുത്തു. കൊല്ലം കുന്നത്തൂർ പഞ്ചായത്തിലെ തെറ്റിമുറിയിലാണ് BJP സീറ്റ് LDF പിടിച്ചെടുത്തത്. ഇടതുമുന്നണിയുടെ N തുളസിയാണ് വിജയിച്ചത്. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 41-ാം വാർഡും വെള്ളറട കരിക്കാമൻകോട് വാർഡും BJP നിലനിർത്തി. 23-അംഗ പഞ്ചായത്തിൽ BJP-യുടെ ഏക വാർഡാണ് കരിക്കാമൻകോട്. തെരഞ്ഞെടുപ്പ് നടന്ന 31 വാർഡുകളിൽ 16 UDF വിജയിച്ചപ്പോൾ 11 വാർഡുകളിൽ LDF-ഉം 3 NDA സ്ഥാനാർത്ഥിയും ജയിച്ചു. 1 സ്വതന്ത്ര സ്ഥാനാർത്ഥിയും വിജയിച്ചു. 24 തിരുവനന്തപുരം. 11 LDF വിജയിച്ചത്. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ കായംകുളം CPI-ൽ പൊട്ടിത്തെറി. നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് SFI മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം സജിത് S രംഗത്തെത്തി. തന്റെ കൈ വെട്ടിമാറ്റിയ പോപ്പുലർ ഫ്രണ്ട് നേതാവിനെ പാർട്ടി അംഗത്വം നൽകി സംരക്ഷിക്കുന്നു എന്നാണ് വിമർശനം. കായംകുളത്തെ നേതൃത്വത്തിനെതിരെ ജില്ലാ സെക്രട്ടറിക്ക് പരാതി നൽകി. സംഘടനയിൽ ഭിന്നത തുടരുന്നതിനിടെ ചേർന്ന സമസ്ത മുശാവറ യോഗത്തിൽ വാക്കേറ്റം. സാദിഖ് അലി തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം ഉമർ ഫൈസി മുക്കത്തെ മാറ്റി നിർത്തി ചർച്ച ചെയ്യണമെന്ന് യോഗത്തിൽ ബഹാവുദ്ദീൻ നദ്വി ആവശ്യപ്പെട്ടു. എന്നാൽ നടക്കില്ലെന്ന് ഉമർ ഫൈസി മുക്കം നിലപാടെടുത്തതോടെയാണ് വാക്കേറ്റമുണ്ടായത്. സമീർ C. മുഹമ്മദ് വിശദാംശങ്ങളുമായി. സമീർ, വലിയ ഭിന്നത സമസ്തയിലുണ്ട്. അത് പരിഹരിക്കാനാണ് കഴിഞ്ഞ ദിവസം ലീഗ് ഒരു യോഗം വിളിച്ചു കൂട്ടിയത്. പക്ഷേ അത് തീരുമാനമാകാതെ പിരിയുന്നു. ഒരു വിഭാഗം പങ്കെടുക്കുന്നില്ല. ഇനിയിപ്പോൾ ഈ മുശാവറയിൽ സംഭവിച്ചത് എന്താണ്? വലിയ ഭിന്നത അത് പ്രകടമാകുന്ന തരത്തിലേക്കായിരുന്നോ കാര്യങ്ങൾ? സമസ്തയ്ക്കകത്ത് ഭിന്നത തുടരുകയാണ്. അത് ഇന്ന് മറനീക്കി ഒന്നുകൂടി പുറത്തുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പ്രധാനമായും ഇന്നത്തെ മുശാവറ യോഗത്തിൽ ലീഗ് അനുകൂലികൾ എടുത്ത ഒരു പ്രധാനപ്പെട്ട നിലപാട് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി ബന്ധപ്പെട്ട് ഉമർ ഫൈസി മുഖം നടത്തിയിട്ടുള്ള വിവാദ പരാമർശമായിരുന്നു. ആ വിവാദ പരാമർശത്തിൽ ഉമർ ഫൈസി വിശദീകരണം നൽകുകയും ചെയ്തിരുന്നു. ആ വിശദീകരണം വായിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്കും നീങ്ങുന്ന വേളയിലാണ് ഈ ചർച്ചയിൽ ഉമർ ഫൈസിയെ പങ്കെടുപ്പിക്കാൻ കഴിയില്ല, അദ്ദേഹം മാറി നിന്നുകൊണ്ട് ഈ ചർച്ച മുന്നോട്ട് പോകണം എന്നുള്ള ആവശ്യമാണ് ബഹാവുദ്ദീൻ നദ്വി മുന്നോട്ട് വെച്ചത്. എന്നാൽ തനിക്കും ചിലത് പറയാനുണ്ടെന്നും ഈ ചർച്ചയുടെ ഭാഗമായി താൻ ഇരിക്കും എന്ന കാര്യം ഉമർ ഫൈസിയും പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടാണ് വാക്കേറ്റം ഉണ്ടായത്. ആ വാക്കേറ്റങ്ങൾക്കൊടുവിൽ പിന്നീട് തുടർന്നുള്ള ചർച്ചകളിലേക്ക് പോകാൻ സംസ്ഥയുടെ മുശാവറയ്ക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ആ യോഗം പിരിച്ചുവിടുന്ന ഒരു ഘട്ടമുണ്ടായി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടി മാത്രം ഒരു യോഗം 2 ആഴ്ചക്കകം ചേരും എന്ന കാര്യം കൂടി ജിഫ്രി തങ്ങൾ പറയുന്ന ഘട്ടവുമുണ്ടായി. അതായത് അത്യപൂർവമായിട്ടുള്ള ഒരു സംഭവമാണ്. ഏതെങ്കിലും വിഷയത്തിൽ ചർച്ച ചെയ്യാൻ ഒരു യോഗം വിളിച്ചു ചേർത്താൽ ആ വിഷയം അന്ന് തന്നെ ചർച്ച ചെയ്യുകയും അതിൽ തീരുമാനമെടുക്കുകയും ചെയ്യുന്നതാണ് സംസ്ഥയുടെ പതിവ്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. വിഷയങ്ങൾ വലിയ രീതിയിലേക്ക് വലിയ വാക്കേറ്റങ്ങളിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിലാണ് പിന്നീട് അത് പിരിച്ചുവിടുന്ന ഒരു ഘട്ടം ഉണ്ടാവുകയും ചെയ്തത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധ ചേരിയും അങ്ങനെ 2ആയി തന്നെ നിലനിൽക്കുന്നു. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് ആദർശ സംരക്ഷണ സമിതി രൂപീകരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. അവർക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാട് വേണം എന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെയാണ് മലപ്പുറത്ത് ചേരാനിരുന്ന ആ യോഗത്തിൽ നിന്ന് ഒരു വിഭാഗം വിട്ടുനിന്നു. ഔദ്യോഗിക പക്ഷമാണ് വിട്ടുനിന്നത്. അവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് ലീഗ് അനുകൂലികളും ആവശ്യപ്പെടുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു ഭിന്നത നിലനിൽക്കുന്നുണ്ട്. ഇന്നത്തെ ഈ യോഗം എന്തായാലും പിരിച്ചുവിടേണ്ട ഒരു ഘട്ടമുണ്ടായി. ഒപ്പം വിഷയങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യാൻ വേണ്ടി വീണ്ടും മുശാവറ ചേരും എന്ന കാര്യമാണ് അധ്യക്ഷൻ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് ചേർന്ന സമസ്ത മുശാവറ യോഗത്തിലാണ് വലിയ വാക്കേറ്റമുണ്ടായത്. ഉമർ ഫൈസി മുക്കത്തെ മാറ്റി നിർത്തി ചർച്ച വേണം എന്ന ആവശ്യം ബഹാവുദ്ദീൻ നദ്വി ഉന്നയിക്കുമ്പോൾ അത് നടക്കില്ല എന്ന് ഉമർ ഫൈസി മുക്കം നിലപാടെടുത്തു. തുടർന്ന് വലിയ വാക്കേറ്റമുണ്ടാകുന്നു. യോഗം പിരിച്ചുവിടുകയും ചെയ്തു. മാടായി കോളേജ് നിയമന വിവാദത്തിൽ കണ്ണൂർ പഴയങ്ങാടിയിൽ MK രാഘവൻ അനുകൂലികളും വിമത വിഭാഗവും വീണ്ടും ഏറ്റുമുട്ടി.
MK രാഘവനെ അനുകൂലിച്ച് പ്രകടനം നടത്താൻ എത്തിയവരെ മറുചേരി തടഞ്ഞു. സജോ ദേവസ്യ വിവരങ്ങളുമായി. സജോ, വീണ്ടും സംഘർഷമാണോ? ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? അനുജ, വീണ്ടും തെരുവ് യുദ്ധം തുടരുകയാണ്. കണ്ണൂർ മാടായി കോളേജിലെ നിയമന വിവാദത്തിൽ കോൺഗ്രസിനകത്തെ ആഭ്യന്തര കലഹം നേരത്തെ തന്നെ തെരുവിലെത്തിയതാണ്. MK രാഘവനെതിരെയാണ് കോൺഗ്രസ് പ്രവർത്തകർ, പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും തെരുവിലിറങ്ങുകയും കോലം കത്തിക്കുകയും ഒക്കെ ചെയ്തത്. ഒടുവിൽ അത് തമ്മിലടിയിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയാണ് MK രാഘവനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം നേതാക്കൾ MK രാഘവനെ അനുകൂലിച്ച് പഴയങ്ങാടിയിൽ പ്രകടനം നടത്താൻ തീരുമാനിച്ചത്. ബ്രിജേഷ് കുമാർ, നൌഷാദ് വാഴവളപ്പിൽ, സുധീർ വെങ്ങര എന്നിവരടക്കമുള്ള ഭാരവാഹികൾ, കോൺഗ്രസ് ഭാരവാഹികൾ കൂടിയായ നേതാക്കൾ പഴയങ്ങാടിയിൽ എത്തുകയും MK രാഘവനെ അനുകൂലിക്കുന്ന പ്രവർത്തകരെ സംഘടിപ്പിച്ച് പ്രകടനം നടത്താനുമായിരുന്നു തീരുമാനം. മാടായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ പരിസരത്ത് നിന്ന് പ്രകടനം ആരംഭിക്കാനിരിക്കെ എതിർ വിഭാഗം, അതായത് MK രാഘവനെതിരെ തെരുവിൽ പ്രതിഷേധിക്കുന്ന കുഞ്ഞിമംഗലം, ഏഴോം, മാടായി മണ്ഡലങ്ങളിലെ കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ചെത്തുകയും ഈ മാർച്ച് തുടങ്ങുന്നത് അവർ തടയുകയും ചെയ്തു. പിന്നീട് അത് കയ്യാങ്കളിയിലേക്ക് പോയി, തമ്മിലടിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി. പോലീസ് സാന്നിധ്യം സ്ഥലത്തുണ്ടായിരുന്നു. പോലീസ് ഇടപെട്ടാണ് ഇരുവിഭാഗത്തെയും 2 സ്ഥലത്തേക്ക് പിന്നീട് വലിയ സംഘർഷമില്ലാതെ മാറ്റി നിർത്തിയത്. അതായത് തെരുവിൽ കോൺഗ്രസ് പ്രവർത്തകർ മാടായി കോളേജ് വിഷയത്തിൽ തമ്മിലടിക്കുന്നു എന്താണ് ഇതിലൊരു ശ്രദ്ധേയമായ കാര്യം. KPCC 3-അംഗ സമിതിയൊക്കെ നിയോഗിച്ച് ഈ വിഷയത്തിൽ സമവായത്തിനുള്ള നീക്കം ഒരു വശത്ത് നടക്കുന്നുണ്ട്. രാവിലെ പയ്യന്നൂരിലും ഈ കോളേജ് ഭരണസമിതി അംഗമായ ജയരാജിനെ യുവത വിഭാഗം പ്രവർത്തകർ കയ്യേറ്റം ചെയ്ത സംഭവം ഉണ്ടായിരുന്നു. അതിനു പിന്നാലെയാണ് പഴയങ്ങാടിയിലും കോൺഗ്രസ് പ്രവർത്തകർ പരസ്പരം ഏറ്റുമുട്ടുന്ന തെരുവ് യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറുന്നത്. മാടായി കോളേജ് നിയമന വിവാദത്തിലാണ് സംഘർഷം തുടരുന്നത്. കോൺഗ്രസിലെ വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ്. ഇന്നിപ്പോൾ കണ്ണൂർ പഴയങ്ങാടിയിലാണ് MK രാഘവൻ അനുകൂലികളും വിമത വിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടിയത്. ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനം ഉയർന്നിട്ടും റോഡ് അടച്ചുള്ള സമ്മേളനങ്ങളും പ്രതിഷേധങ്ങളും തുടരുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ CPI സർവീസ് സംഘടനയും കൊച്ചിയിൽ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ കോൺഗ്രസുമാണ് ഗതാഗതം തടസ്സപ്പെടുത്തി ഇന്ന് പ്രതിഷേധിച്ചത്. തിരുവനന്തപുരം വഞ്ചിയൂരിൽ റോഡ് അടച്ച് സമ്മേളനം നടത്തിയതിൽ CPIM ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് നോട്ടീസ് അയച്ചു. ചരിത്രമാണ് പിന്നിട്ട നാളുകളിലുള്ളത്. തലസ്ഥാനത്ത് ഭരണസിരാ കേന്ദ്രത്തിന്റെ മൂക്കിൻ തുമ്പത്താണ് CPI അനുകൂല സർവീസ് സംഘടനകളുടെ ഈ പ്രതിഷേധം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വഴി തടഞ്ഞ സ്റ്റേജ് നിർമ്മിച്ച രാപ്പകൽ സമരം. വലിയ ഗതാഗതക്കുരുക്കിനാണ് ഇത് വഴിവെച്ചത്. ആ നയം കേരളത്തിൽ അനുവദിക്കാൻ കഴിയില്ലെന്ന് ഉറച്ച ശബ്ദമാണ്. 1 ലക്ഷം വരുന്ന തൊഴിലാളികളെ അണിനിർത്തിക്കൊണ്ട് ഈ ഇത്തരം നയങ്ങൾക്കെതിരായി. എന്നാൽ ഗതാഗതം തടസ്സപ്പെടുത്തിയിട്ടില്ലെന്നാണ് സംഘടനാ നേതാക്കളുടെ വാദം. നമ്മളൊരിക്കലും ഒട്ടും നിയമം ലംഘിച്ചിട്ടൊന്നുമില്ല. ഇതിനകത്ത് ഈ ഫുട്പാത്തിനകത്ത് കുറച്ച് കസേരയുണ്ടെന്നുള്ളത് ശരിയാണ്. സ്റ്റേജ് റോഡിലേക്കല്ല, റോഡിന്റെ ഗതാഗതം തടസ്സം ഇല്ലാതെയാണ് സ്റ്റേജ് നിൽക്കുന്നത്. സ്റ്റേജ് ആയിട്ടില്ല, ടെമ്പററി ആണ്, എപ്പോഴും മാറുന്നില്ല. അങ്ങനെ അല്ലാതൊരു തടസ്സപ്പെടുത്തിയല്ലായിട്ടില്ല. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരത്തിൽ വഴി തടസ്സപ്പെടുത്തിയതിന് കണ്ടാൽ തിരിച്ചറിയുന്ന 150 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. തലസ്ഥാന നഗരത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലാണെങ്കിൽ കൊച്ചിയിൽ പോലീസിന്റെ കൺമുന്നിലാണ് ഈ നിയമലംഘനം. നടപ്പാത കയ്യേറി സ്റ്റേജും കസേരയും ഇട്ട് കോൺഗ്രസ് പ്രതിഷേധം. സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് തൊട്ടു മുന്നിൽ. അതേസമയം തിരുവനന്തപുരം വഞ്ചൂരിൽ റോഡടച്ച് CPIM സമ്മേളനത്തിന് സ്റ്റേജ് കെട്ടിയ സംഭവത്തിൽ 31 പേർക്ക് പോലീസ് നോട്ടീസ് അയച്ചു. റോഡിൽ വേദിയൊരുക്കിയതിൽ തെറ്റുപറ്റിയെന്ന് ജില്ലാ സെക്രട്ടറി. വഞ്ചൂർ മെയിൻ റോഡിലല്ല ഞങ്ങൾ സ്റ്റേജ് കെട്ടിയത്. ഈ അടുത്ത കാലത്തായിട്ട് ആമയിഴഞ്ചാൻ തോടിൻ്റെ മുകളിൽ സ്ലാബിട്ട് ഒരു ചെറിയ ഏതാണ്ട് ഒരു 15-20 മീറ്റർ നീളത്തിൽ ഒരു ബൈപ്പാസ് പോലെ ഒരു റോഡ് നിർമ്മിച്ചിരുന്നു. വഞ്ചൂർ ഏരിയ കമ്മിറ്റി പൊതുസമ്മേളനം നടത്തേണ്ട സ്റ്റേജ് ആ നിലയിൽ കെട്ടേണ്ടിയിരുന്നില്ല എന്ന നിലപാടാണ് പാർട്ടിക്കുള്ളത്. സംഭവത്തിൽ CPIM ഏരിയ സെക്രട്ടറി വഞ്ചൂർ ബാബു ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്തു. സമരങ്ങൾക്കോ പ്രതിഷേധങ്ങൾക്കോ എതിരല്ല. പക്ഷേ ഹൈക്കോടതി പറഞ്ഞ പോലെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം മുടക്കിക്കൊണ്ടുള്ള ഇത്തരം സമരങ്ങളും പ്രതിഷേധ പരിപാടികളും വേണോ എന്ന് രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ആലോചിക്കണം. ക്യാമറമാൻ അഭിലാഷിനൊപ്പം AV ജയശങ്കർ, 24, തിരുവനന്തപുരം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ പുനരധിവാസ സഹായം വൈകുന്നതിൽ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തി ഡോക്ടർ ശശി തരൂർ MP.
വയനാടിന് സഹായം നൽകാൻ എന്തിനു മടിക്കുന്നുവെന്നും ഇടക്കാല സഹായം പോലും അനുവദിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നും ലോക്സഭയിൽ ഡോക്ടർ ശശി തരൂർ പറഞ്ഞു. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനോ സഹായം അനുവദിക്കാനോ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല എന്നും ശശി തരൂർ വിമർശിച്ചു. That the Inter-Ministerial Central Team, IMCT, had visited Wayanad from the 8th to 10th of August, and the central government would take action based on its request. August, sir. They're supposed to take action within 1 month according to the existing act. To this date, no action has been taken, and no additional funds have been arranged for Wayanad, sir. How can we accept this? Now, this bill, Mr. Chairman, is an excellent case of minimum decentralization, maximum declamation, at which, of course, this government excels. ദുരന്ത നിവാരണ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചയിലാണ് ഡോക്ടർ ശശി തരൂർ ഉരുൾപൊട്ടൽ ദുരന്തം ഉന്നയിച്ചത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് വീടുകൾ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തവരുടെ യോഗം ഉടൻ ചേരുമെന്ന് സർക്കാർ. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്കുടൻ രേഖാമൂലം മറുപടി നൽകുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ 24നോട് പറഞ്ഞു. ആരുമായും സംസാരിക്കാനുള്ള വാതിൽ സർക്കാർ കൊട്ടിയടച്ചിട്ടില്ല. ദുരന്തബാധിതർക്ക് പ്രതിദിനം 300 രൂപ ജീവനോപാധി നൽകുന്നത് ഈ ആഴ്ച പൂർത്തിയാകുമെന്നും മന്ത്രി അറിയിച്ചു. സ്ഥലം എവിടെ, അതിന്റെ ഡിസൈൻ എവിടെയെന്നും അവരോട് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, വയനാട്ടിൽ ജന്മമുള്ള ഭൂമി ഏറ്റവും കുറവാണ്. ഒരുമിച്ച് ടൗൺഷിപ്പിന് വേണ്ടി കിട്ടുന്ന ഏത് സ്ഥലവും പണം കൊടുത്ത് മേടിക്കാൻ സർക്കാർ തയ്യാറാണ്. ഭൂമിയുടെ തയ്യാറാക്കേണ്ട ഡിസൈൻ ഉൾപ്പെടെ കിഫ്കോണിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കി കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇനി അതൊരു അന്തിമ വിശകലനത്തിന് വിധേയമാക്കുകയും ഭൂമി നൽകാം എന്ന് വീട് വെച്ച് നൽകാൻ പണം തരാം എന്ന് പ്രഖ്യാപിച്ചവരോട് കൂടിയാലോചന നടത്തുകയും ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഹൈക്കോടതിയിൽ നിന്ന് വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇനി. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവത്തിലെ ആന എഴുന്നള്ളത്തിൽ കോടതിയലക്ഷ്യ നടപടിയുമായി ഹൈക്കോടതി. ദേവസ്വം ഓഫീസർക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. 4 ആഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് കോടതിയുടെ നിർദ്ദേശം. ആന എഴുന്നള്ളത്തിൽ ദേവസ്വം ഓഫീസർ സമർപ്പിച്ച സത്യവാങ്മൂലം തള്ളിയാണ് ഹൈക്കോടതി കോടതിയലക്ഷ്യ നടപടിക്ക് തുടക്കമിട്ടത്. ദേവസ്വം ഓഫീസറെ കടുത്ത ഭാഷയിൽ വിമർശിച്ച കോടതി അടിമുടി ചട്ടലംഘനമാണ് നടന്നതെന്നും ചൂണ്ടിക്കാട്ടി. ദേവസ്വം ഓഫീസർക്ക് സാമാന്യ ബുദ്ധിയുണ്ടോ എന്നും മഴയും ആൾക്കൂട്ടവും മൂലമാണ് മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചതെന്ന വാദം അംഗീകരിക്കാനാകില്ലെന്നും കോടതി തുറന്നടിച്ചു. ദേവസ്വം ഓഫീസറുടെ ചുമതലകൾ എന്തൊക്കെയാണെന്നും ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ വന്നാൽ എന്ത് ചെയ്യുമെന്നും കോടതി ആരാഞ്ഞു. ദുരന്തമുണ്ടായാൽ ആരാണ് ഉത്തരവാദിയെന്ന് ചോദിച്ച കോടതി സംസ്ഥാനത്ത് നിയമവാഴ്ചയില്ലേ എന്നും വിമർശനം ഉന്നയിച്ചു. തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൽ ആന എഴുന്നള്ളിപ്പ് നടത്തിയതിൽ ദേവസ്വം ഓഫീസർക്ക് മതിയായ വിശദീകരണം നൽകാനായില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ഇത്തരം കാര്യങ്ങളോട് വിട്ടുവീഴ്ചയില്ലെന്നും ദേവസ്വം ഓഫീസർ പുതിയ സത്യവാങ്മൂലം നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏകാദശി ദിനത്തിലെ ഉദയാസ്തമയ പൂജ മാറ്റിയതിനെതിരായ ഹർജിയിൽ എതിർകക്ഷികൾക്ക് സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. ആചാരങ്ങൾ അതേപടി തുടരേണ്ടതായിരുന്നുവെന്ന് ഭരണസമിതിയോട് കോടതി നിർദ്ദേശിച്ചു. വെബ്സൈറ്റിലെ പൂജാ പട്ടികയിൽ മാറ്റം വരുത്തരുത് എന്നും നീക്കം ചെയ്യരുതെന്നും സുപ്രീംകോടതി നിർദ്ദേശം നൽകി. തിരക്ക് നിയന്ത്രിക്കാൻ ഭരണസമിതി മറ്റു മാർഗങ്ങൾ കണ്ടെത്തണമായിരുന്നുവെന്ന് കോടതി നിരീക്ഷിച്ചു. ഉദയാസ്തമന പൂജ വഴിപാടാണ്, ആചാരമല്ല എന്നായിരുന്നു ദേവസ്വം ബോർഡിന്റെ വാദം. വൃശ്ചിക മാസത്തിലെ പൂജ തുലാം മാസത്തിലേക്ക് മാറ്റിയ ദേവസ്വം ഭരണസമിതിയുടെ തീരുമാനത്തിനെതിരെയായിരുന്നു ഹർജി. കോഴിക്കോട് വെള്ളയിൽ വീഡിയോ ചിത്രീകരണത്തിനിടെ യുവാവിനെ ഇടിച്ചത് ബെൻസ് കാർ എന്ന് പോലീസ്. അപകടമുണ്ടാക്കിയ ഈ ബെൻസ് കാറിന് ഇൻഷുറൻസ് ഇല്ലാത്തതിനാലാണ് ഇടിച്ചത് ഡിഫൻഡർ കാറാണ് എന്ന് വാഹനത്തിലുണ്ടായിരുന്നവർ പറഞ്ഞത്. ബെൻസ് കാർ ഓടിച്ച സാബിത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. അപകടത്തിൽ മരിച്ച ആൽവിന്റെ മൃതദേഹം വടകര കടമേരിയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. 999 ഓട്ടോമോട്ടീവ് എന്ന സ്ഥാപനത്തിന്റെ പ്രൊമോ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ ഇന്നലെ രാവിലെയായിരുന്നു അപകടം. സ്ഥാപന ഉടമ സാബിത്ത്, ജീവനക്കാരൻ റയീസ് എന്നിവർ ഓടിച്ചിരുന്ന 2 വാഹനങ്ങളുടെ ചേസിംഗ് വീഡിയോയാണ് ആൽവിൻ മൊബൈലിൽ ചിത്രീകരിച്ചിരുന്നത്. ഇതിനിടെ സാബിത്ത് ഓടിച്ചിരുന്ന ബെൻസ് കാർ നിയന്ത്രണം വിട്ട് ആൽവിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്ത സാബിത്തിനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. 2 വണ്ടിയുടെ ഡ്രൈവർമാരും ഈ അപകടത്തിൽപ്പെട്ട മരണപ്പെട്ട ആൽവിനും ഒന്നിച്ചാണ് വന്നത്. റോഡിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വണ്ടികൾ നേരെ വന്ന സമയത്ത് കൃത്യമായിട്ട് അയാൾക്ക് ആ സമയത്ത് റോഡിൽ നിന്ന് മാറിപ്പോകാൻ സാധിക്കാതെ വന്നിട്ടാണ് ഈ അപകടം ഉണ്ടായത്. ഡിഫൻഡർ ഇടിച്ച് അപകടം സംഭവിച്ചു എന്നായിരുന്നു വാഹനമോടിച്ചവർ ആദ്യം നൽകിയ മൊഴി. എന്നാൽ ആൽവിൻ മൊബൈലിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് ഇടിച്ച വാഹനം ബെൻസ് എന്ന് കണ്ടെത്തി. ഈ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലായിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഏത് വാഹനം ഇടിച്ചിട്ടാണ് അപകടം ഉണ്ടായതെന്നതിനെ കുറിച്ചൊരു സംശയം ഉണ്ടായിരുന്നു.
അന്വേഷണത്തിൽ ഡിഫൻഡർ വണ്ടി ഇടിച്ചാണ് അപകടം ഉണ്ടായെന്ന് ആദ്യം പറഞ്ഞിരുന്നെങ്കിലും കൂടത്തിലുണ്ടായിരുന്ന ബെൻസ് ജി വാഗൺ വണ്ടിക്ക് തെലങ്കാന രജിസ്ട്രേഷൻ വണ്ടിയാണ്. ആ വണ്ടിക്ക് ടെക്നിക്കലി അതിന് ഇൻഷുറൻസ് ഇല്ലായിരുന്നു. അപ്പോൾ ആ ഇൻഷുറൻസ് ഇല്ലാത്തത് കൊണ്ടാണ് വാഹനം ഓടിച്ച രണ്ടാളുകളും ഈ വാഹനം ഡിഫൻഡർ ഇടിച്ചിട്ടാണ് അപകടം ഉണ്ടായതെന്ന് ആദ്യം അന്വേഷണത്തിൽ പോലീസിനോടും മറ്റ് ഹോസ്പിറ്റലിലും ഒക്കെ പറഞ്ഞിരുന്നത്. തലയ്ക്ക് പിന്നിലേറ്റ ക്ഷതമാണ് ആൽവിന്റെ മരണത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് പിന്നാലെ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മൃതദേഹം പൊതുദർശനത്തിന് ശേഷം വടകര കടമേരിയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. അശ്രദ്ധമായ ഡ്രൈവിംഗിന് 2 വാഹനങ്ങളിലെയും ഡ്രൈവേഴ്സിനെതിരെ കടുത്ത നടപടിയെടുക്കാൻ ഒരുങ്ങുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. ഇരുവരുടെയും ലൈസൻസ് റദ്ദാക്കാനാണ് നീക്കം. അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഇന്നൊവേറ്റീവ് മെറ്റീരിയൽസ് ഫോർ എനർജി ആൻഡ് എൻവയറൺമെന്റ് എന്ന വിഷയത്തിൽ അന്താരാഷ്ട്ര ചർച്ചയ്ക്ക് തുടക്കമായി. ജെയിൻ യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ ജെ ലത ഉദ്ഘാടനം ചെയ്തു. കിസാറ്റ് വൈസ് ചാൻസലർ ഡോക്ടർ ജുനൈദ് ബുഷ്രി അധ്യക്ഷനായി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അനുവദിച്ച പ്രോജക്ടിന്റെ ഭാഗമായി നടക്കുന്ന ചർച്ചയ്ക്ക് ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ നാനോ മെറ്റീരിയൽസ് ആൻഡ് ഡിവൈസസ് ഡയറക്ടർ പ്രൊഫസർ ഹണി ജോൺ നേതൃത്വം നൽകും. ഈ മാസം 13 വരെയാണ് സിംപോസിയം. ഈ വർഷത്തെ കലാഭവൻ മണി സ്മാരക പുരസ്കാരം 24ന്റെയും ഫ്ലവേഴ്സിന്റെയും ക്യാമറ ഹെഡ് വിൽസ് ഫിലിപ്പിന്. കലാഭവൻ മണി സേവന സമിതിയാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. ഫ്ലവേഴ്സിൽ സംപ്രേഷണം ചെയ്ത കുട്ടികളുടെ പരിപാടിയായി കട്ടുറുമ്പിന്റെ സംവിധാന മികവിനാണ് പുരസ്കാരം. അടുത്ത മാസം 1 ആറ്റിങ്ങൽ SS പൂജ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി ജെ ചിഞ്ചുറാണി പുരസ്കാരം സമ്മാനിക്കും. ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. വാർത്താസന്ധ്യ അവസാനിക്കുകയാണ്.